Method study is a technical, systematic recording and critical examination of existing and proposed ways of doing work and developing easier and economic method. മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ക്രിട്ടിക്കൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതുപോലെ പ്രപ്പോസഡ് ആയിട്ടുള്ള ഡൂയിങ് വർക്കുകൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡിംഗ് ആണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഒറിജിനലി ഡിസൈൻ ഫോർ ദ അനാലിസിസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് റിപ്പീറ്റേറ്റീവ് മാനുവൽ വർക്ക്. അതായത് ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്, അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ചെയ്യുന്ന വർക്കുകൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. യൂസ്ഡ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി, ഓൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയും ഇതുപോലെ നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. മെത്തേഡ് സ്റ്റഡി ഈസ് ബേസിക്കലി കണ്ടക്റ്റഡ് സിംപ്ലി ദ വർക്ക് ഓർ വർക്കിംഗ് മെത്തേഡ് മസ്റ്റ് ഗോ ത്രൂ ഹൈ പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ വർക്ക്, ആ മെത്തേഡ് നമുക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി, ഹയർ പ്രൊഡക്ടിവിറ്റി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മെത്തേഡ് സ്റ്റഡി: ഇംപ്രൂവ്മെൻറ്റ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ, വർക്കിംഗ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, പ്ലാന്റ് ലേഔട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ, റെഡ്യൂസിങ് ഹ്യൂമൻ എഫേർട്സ് ആൻഡ് ഫാറ്റിഗ്, റെഡ്യൂസിങ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്, അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാന്റ് എക്യുപ്മെൻറ്റ്സ്, ഇമ്പ്രൂവ്മെൻറ്റ് യൂട്ടിലിറ്റി ഓഫ് മെറ്റീരിയൽ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മെത്തേഡ്, ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ്. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡുകൾ എങ്ങനെയുണ്ട്, അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ തന്നെയാണ് നമുക്കതിൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റുമെന്നുള്ളത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ, അത് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി പ്രൊസീജിയർ ഫോർ മെത്തേഡ് സ്റ്റഡി: നമുക്ക് സെലക്ട് വർക്ക് ടു ബി സ്റ്റഡീഡ്, റെക്കോർഡ് ഓൾ ഫാക്ട്സ്, എക്സാമിൻ ദ എബോവ് ഫാക്ട്സ്, ഡെവലപ്പ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ്, ഡിഫൈൻ ദ ന്യൂ മെത്തേഡ്, ഇൻസ്റ്റാൾ ദ ന്യൂ മെത്തേഡ്, മെയിൻറ്റെയിൻ ദ ന്യൂ മെത്തേഡ് ബൈ റെഗുലർ ചെക്കിങ്. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ആ പ്രൊസീജിയറിൽ 2 പോയിൻറ്റ് മാത്രമാണ് ഈ ഓഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്ന സെലക്ട് ദ വർക്ക് ടു ബി സ്റ്റഡീഡും റെക്കോർഡ് ഓൾ ഫാക്ട്സ് അബൌട്ട് ദ മെത്തേഡ് ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഫസ്റ്റ് സെലക്ട് ദ വർക്ക് ടു ബി സ്റ്റഡി. നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഏരിയയിൽ നമുക്ക് എഫിഷ്യൻസി കുറവാണെന്ന് തോന്നുന്ന ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ആ സെലക്ട് ചെയ്യുന്ന ഇതാണ് ഫസ്റ്റ് വരുന്നത്. ദെൻ അതിൽ വൈൽ സെലക്ടിങ് ദ ജോബ് ഫോർ ഡൂയിങ് മെത്തേഡ് സ്റ്റഡി സെലക്ട് ചെയ്യുന്ന ഫോളോയിങ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ: ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഹ്യൂമൻ ഫാക്ടേഴ്സ്, ടെക്നിക്കൽ ഫാക്ടേഴ്സ്. മെയിനായിട്ടൊരു ജോബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോബിൽ നമ്മൾ ആ വർക്ക് മെത്തേഡ് എങ്ങനെയാണ്, ആ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ നോക്കുന്ന 3 കാര്യങ്ങളാണ്: എക്കണോമിക് ഫാക്ടേഴ്സ്, ഹ്യൂമൻ ഫാക്ടേഴ്സ്, ടെക്നിക്കൽ ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ്: മണി സേവ്ഡ് ദ റിസൾട്ട് ഓഫ് മെത്തേഡ് സ്റ്റഡി ഷുഡ് ബി സഫിഷ്യൻ്റ്ലി മോർ. നമുക്ക് കുറച്ചും കൂടി മണി സേവ് ചെയ്യാനായിട്ട് പറ്റണം. ദ ഓൺലി സ്റ്റഡി വിൽ ബി വർത്ത് വെയിൽ. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ആ സ്റ്റഡി വർത്ത് വെയിലായിട്ട്. പഴയ രീതി, പഴയ എമൗണ്ട് തന്നെ, എക്സ്പെൻസ് തന്നെ അതിന് വരികയാണെങ്കിൽ നമുക്കതിൽ പ്രത്യേകിച്ച് സ്റ്റഡി നടന്നിട്ടില്ല. സ്റ്റഡി നടക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കുറഞ്ഞ പൈസ കൊണ്ട് കൂടുതൽ എഫേർട്ട് എടുക്കാനായിട്ട് പറ്റണം. ഇക്കണോമിക് ഫാക്ടേഴ്സ്: ഓപ്പറേറ്റിംഗ് ഹാവിങ് ബോട്ടിൽനെക്ക്, എവിടെയെങ്കിലും തടസ്സങ്ങളുണ്ടോ, ബോട്ടിൽനെക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓപ്പറേറ്റർ ഡൺ റിപ്പീറ്റ്ലി, ഒരേ വർക്ക് തന്നെ പല ആൾക്കാർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ. ഓപ്പറേഷൻസ് ഹാവിങ് ഗ്രേറ്റ് എമൗണ്ട് ഓഫ് മാനുവൽ വർക്ക്, കൂടുതലായിട്ട് മാനുവൽ വർക്കാണോ അതിൽ വരുന്നത്. ഓപ്പറേഷൻസ് വേർ മെറ്റീരിയൽസ് ആർ മൂവ്ഡ് ഫോർ എ ലോങ് ഡിസ്റ്റൻസ്, മെറ്റീരിയൽസ് മൂവ് ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസിലാണോ. സെക്കൻഡ് വണ്ണാണ്, അതാണ് നമ്മൾ ആദ്യത്തെ ഇക്കണോമിക് ഫാക്ടേഴ്സിൽ നോക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എന്തായിട്ട് മാറും, മെത്തേഡ്സ് സഫീഷ്യൻ്റ് ആയിട്ട് കുറച്ചും കൂടി മണി സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഹ്യൂമൻ ഫാക്ടേഴ്സിൽ ദ മെത്തേഡ് സ്റ്റഡി വിൽ ബി സക്സസ്ഫുൾ ഓൺ വിത്ത് കോപ്പറേഷൻ ഓഫ് പീപ്പിൾ കൺസേൺഡ്, വർക്കേഴ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് ട്രേഡിയൻ. അത് അവരുമായിട്ടുള്ള കോപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡിയിൽ ഹ്യൂമൻ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ. വർക്കേഴ്സ് മേ റെസിസ്റ്റ് മെത്തേഡ് സ്റ്റഡി ഡ്യൂ ടു, അവർ റെസിസ്റ്റ് ചെയ്യണം. പലപ്പോഴും മെത്തേഡ് സ്റ്റഡീനെ കുറിച്ച് പഠിക്കുമ്പോൾ വർക്കേഴ്സ് മിക്കപ്പോഴും അതിനെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഫിയർ ഓഫ് റിഡക്ഷൻ ഇൻ വേജസ്, ഫിയർ ഓഫ് ഇൻക്രീസ്ഡ് വർക്ക് ലോഡ്. അതായത് നമുക്ക് വർക്ക് ലോഡ് കൂടുമോ, അത് നമ്മൾ വർക്കുകളൊക്കെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കുറവാണെന്ന് തിരിച്ചറിയും. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിന് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അവർ പലപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല. പക്ഷേ നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത് അവരുമായിട്ടൊരു കോപ്പറേഷനിൽ പോകാനാണ്. നെക്സ്റ്റ്, ടെക്നിക്കൽ ഫാക്ടേഴ്സ്. To improve the method, work all technical details of about the job then should be available. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജോബ് മുഴുവൻ ടെക്നിക്കൽ ഫാക്ടേഴ്സ് മുഴുവൻ നമ്മൾ കൺസിഡർ ചെയ്യും. എവറി മെഷീൻ ടൂൾ ഹാവ് ഇറ്റ്സ് ഓൺ കപ്പാസിറ്റി, മെഷീൻ ടൂളിൻ്റെ കപ്പാസിറ്റി. ബിയോണ്ട് ദിസ് ഇറ്റ് കനോട്ട് ബി ഇംപ്രൂവ്ഡ്. ഇതുവരെ ഇമ്പ്രൂവ് ചെയ്യാത്തുണ്ടെങ്കിൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള. വർക്ക് സ്റ്റഡി മാൻ ഫീൽസ് ദ സ്പീഡ് ഓഫ് മെഷീൻ
ടു മേ ബി ഇൻക്രീസ്ഡ്. അതായത് സ്പീഡ് ഓഫ് മെഷീനൊക്കെ ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹൈ സ്പീഡ് സ്റ്റീൽ കട്ടിങ് മെഷീൻസ് ടൂൾ മേ ബി യൂസ്ഡ്. അതുപോലെയുള്ള മെഷീനറീസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടൈമൊക്കെ കുറയ്ക്കാനും അവരുടെ ഫാറ്റീഗ് ക്ഷീണമൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് റെക്കോർഡ് എന്ന് പറയുന്നത്. റെക്കോർഡ് ഓൾ ദ ഫാക്ട്സ് അബൌട്ട് ദ മെത്തേഡ് ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഓൾ ദ മെത്തേഡ്സ്, ഓൾ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ എക്സിസ്റ്റിംഗ് മെത്തേഡ്, അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഒബ്സർവിങ് ദ വർക്ക് സിമ്പിൾസ് യൂസ്ഡ് ഇൻ റെപ്രസെൻറ്റ് ആക്ടിവിറ്റീസ് ഓപ്പറേഷൻ, ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, ഡിലേ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓപ്പറേഷൻ പ്രോസസ് ചാർട്ട്, അതിൽ ഓൾ ഓപ്പറേഷൻസ് ഇൻസ്പെക്ഷൻസ് ആർ റെക്കോർഡ് ചാർട്ടിൽ നമ്മൾ പ്രൊസഷൻ ചാർട്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഫ്ലോ പ്രോസസ് ചാർട്ട്, മാൻ ടൈപ്പ് ആക്ടിവിറ്റീസ്, മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ്സ്. ടു ഹാൻഡ് പ്രോസസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് പ്രോസസ്സും ലെഫ്റ്റ് ഹാൻഡ് പ്രോസസ്സും ചാർട്ട് നമ്മൾ ചെയ്യും. മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ട്, ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പിംഗ് ഡൂയിങ് സിംഗിൾ ജോബ് ഓർ ദ ആക്ടിവിറ്റി സിംഗിൾ വർക്കർ ഓപ്പറേറ്റിംഗ് നമ്പർ ഓഫ് മെഷീൻസ് റെക്കോർഡ്. അതായത് ഒരു ജോബ് ചെയ്യുന്ന വർക്കർ പിന്നെ അയാൾ ചെയ്യുന്ന മറ്റുള്ള ജോബുകൾ. ഫ്ലോ ഡയഗ്രാം പാത്ത് ഓഫ് ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽ ടു ദ ഷോപ്പ് റെക്കോർഡർ. സ്ട്രിങ് ഡയഗ്രാം, ദ മൂവ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് റെക്കോർഡ് ദ സ്ട്രിങ് ഡയഗ്രാം. ഡ്രോൺ ടു സ്കെയിൽ. നമ്മൾ ഫ്ലോ ഡയഗ്രാം കാണിക്കുന്നത് മെറ്റീരിയലിൻ്റെ ഫ്ലോ ആണ്, സ്ട്രിങ് ഡയഗ്രാം കാണിക്കുന്നത് വർക്കേഴ്സിൻ്റെ ഫ്ലോ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ ചെയ്യുന്നത്. ഇതേപോലെ ഇനിയും ഇതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ.